വാസ്തവത്തിൽ ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ CPM അവതരിപ്പിക്കുന്ന കള്ളക്കണക്കുകൾ, ആ കള്ളക്കണക്കുകൾക്ക് കുടലൂത്ത് നടത്തുകയാണ് VD സതീശൻ ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു കണക്കുമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള 3000 കോടി 2000 കോടി എന്നൊക്കെ പറയുന്ന കണക്ക്, ആ കണക്കിന്റെ വസ്തുതകൾ എന്താണ് എന്ന് ചോദിക്കാൻ പോലും പ്രതിപക്ഷ നേതാവിന് തന്റെ ഇടം ഉണ്ടായില്ല. ശവസംസ്കാരത്തിന് 75,000 രൂപ ചെലവ് വരും എന്ന് പറയുന്ന കള്ളക്കണക്ക്, ആ കള്ളക്കണക്കാണ് ഇപ്പോ ജനങ്ങളുടെ മുന്നിലുള്ളത്. അതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ ചോദിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിന് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന്റെ മാനദണ്ഡങ്ങളും നയങ്ങളും അനുസരിച്ചിട്ടുള്ള കണക്ക് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും പ്രതിപക്ഷം സർക്കാരിനോട് ചോദിച്ചിട്ടില്ല. റവന്യൂ മന്ത്രിയോ മുഖ്യമന്ത്രിയോ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ള കണക്കിന്റെ വിശദാംശങ്ങൾ നിയമസഭയിൽ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ കേരളത്തിന് 1471 കോടി രൂപയാണ് നൽകിയത്. എല്ലാ വർഷവും നൽകുന്ന 2 ഗഡുക്കളായിട്ട് നൽകുന്ന ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന്റെ ഈ വർഷത്തെ ആദ്യ ഗഡു 146 കോടി രൂപ ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന സഹായത്തിന്റെ മാനദണ്ഡങ്ങൾ തീരുമാനിച്ചത് UPA സർക്കാരിന്റെ കാലത്താണ്. VD സതീശൻ അന്ന് ഉറക്കമായിരുന്നോ? VD സതീശന് ആ നിയമം ഉണ്ടാക്കിയതും നയമുണ്ടാക്കിയതിനെയും കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളാണോ? മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഈ കുടലൂത്ത് നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. പ്രധാനമന്ത്രി വയനാട്ടിലെത്തി, വയനാട്ടിലെ ദുരിതബാധിതരെ നേരിട്ട് കണ്ടു, അവരുടെ പ്രശ്നങ്ങൾ സഹതാപൂർവ്വം മനസ്സിലാക്കി സംസ്ഥാന സർക്കാരിനോട് വിശദമായിട്ടുള്ള കണക്ക് നൽകാൻ ആവശ്യപ്പെട്ടു. ആ മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള കണക്ക് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണം. മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള കണക്കല്ല നൽകിയതെങ്കിൽ കേന്ദ്ര സർക്കാർ ആ കാര്യത്തിൽ എന്താണ് മറുപടി നൽകിയിട്ടുള്ളത്? സംസ്ഥാന സർക്കാർ ആ കാര്യത്തിൽ യഥാർത്ഥ വസ്തുതകൾ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ എന്ത് നടപടിയെടുത്തു? ഈ കാര്യങ്ങളൊക്കെയാണ് സംസ്ഥാനത്ത് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. അതിനു പകരം ഇന്ന് നിയമസഭയിൽ നടന്നതൊരു പൊറാട്ട് നാടകമാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും ഭാരതീയ ജനതാ പാർട്ടിയെയും കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു സമീപനം, അതിനുള്ള ഒരു നയം, സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ, ആ വീഴ്ചകൾ തുറന്നു കാട്ടുന്നതിന് പകരം മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൂട്ടുനിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും, കോൺഗ്രസിലെ ചില ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ CPMന് കുടലൂത്ത് നടത്തുകയായിരുന്നു. എന്താണ് അവർക്ക് മുഖ്യമന്ത്രിയോ ഇത്രയധികം വിധേയത്വം എന്നെനിക്കറിയില്ല. എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഈ വസ്തുതകൾ അറിയാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന PR എക്സസൈസ് വിഷയം. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ സമുദായം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ പിന്തുണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇതിനോടകം എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ആറ്റിങ്ങലിൽ CPMന്റെ വോട്ട് BJPയിലേക്ക് ചോർന്നു എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ അവർ ചൂണ്ടിക്കാണിച്ചു എന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ PR എക്സസൈസ് ഭൂരിപക്ഷ സമുദായത്തെ തിരികെ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ശ്രമമായിരുന്നു.
മലപ്പുറം ജില്ലയെയും അതുപോലെ മറ്റ് ചില സമുദായങ്ങളെയും ഒക്കെ അല്പം ഇകഴ്ത്തി കാണിച്ചിട്ടാണെങ്കിലും ഭൂരിപക്ഷ സമുദായത്തെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നടത്തിയ PR എക്സസൈസ് ചീറ്റിപ്പോയി. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള അവസ്ഥയാണ് ഇന്നുള്ളത്. മുഖ്യമന്ത്രി ചിരിച്ച് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് കാര്യമില്ല. PR ഏജൻസിയെ വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പൊ ഈ PR ഏജൻസി കാശല്ലാത്ത വേറെ എന്ത് സൗകര്യങ്ങളും ആനുകൂല്യങ്ങളുമാണ് സംസ്ഥാന സർക്കാർ ഈ PR ഏജൻസിക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് വിശദീകരിക്കേണ്ടത്. ഞങ്ങൾ ആരെയും വെച്ചിട്ടില്ല. അപ്പൊ ആരെയും വെക്കാതെ PR ഏജൻസി ആണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്, PR ഏജൻസിയാണ് ഇന്റർവ്യൂ തരപ്പെടുത്തിയത് എന്ന് പറയുന്ന ഹിന്ദു പത്രത്തിനെതിരായിട്ട് മുഖ്യമന്ത്രിയും സർക്കാരും ആവശ്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുമോ? മുഖ്യമന്ത്രി പറയാത്ത കാര്യം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ തിരികെ കയറ്റിയ ഏജൻസിക്കെതിരായിട്ട് നടപടിയെടുക്കുമോ? ഇതൊക്കെയാണ് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയം അറിയുന്നതുവരെ പൊതുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി സമരരംഗത്തുണ്ടാകും. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. മുഖ്യമന്ത്രിക്ക് ഭരണത്തിൽ തുടരാനുള്ള ഒരധികാരവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ വികാരം, ആ വികാരം പ്രകടിപ്പിക്കാനായിട്ട് ഇന്നിവിടെ ഭാരതീയ ജനതാ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നു. സംസ്ഥാന സർക്കാർ കൊടുത്ത കണക്കിനെ കുറിച്ച് എന്തെങ്കിലും വിവരം നിങ്ങളുടെ കയ്യിലുണ്ടോ? അല്ല, നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്റെ കയ്യിലില്ല. പുറത്തു വന്നത് 75,000 രൂപ ശവസംസ്കാരത്തിന് എന്ന് പറയുന്ന കണക്കാണ്. ആ കണക്ക് മാത്രമല്ല, 1 കോടി രൂപ ബെയിലി പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, തറക്കല്ല് കെട്ടാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചു. പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് താമസ സൗകര്യം ഒരുക്കാൻ 11 കോടി ചെലവഴിച്ചു. ഇതൊക്കെ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന്റെ മാനദണ്ഡങ്ങളിൽ പെടുന്നതാണോ അല്ലയോ? സംസ്ഥാന സർക്കാരിന് അറിയാം. അല്ലല്ല, ദയവ് ചെയ്ത് കേരള സർക്കാരിന് ദേശാഭിമാനിയുടെ വ്യാഖ്യാനം അതായിരിക്കും. അല്ല, ദേശാഭിമാനിയുടെ വ്യാഖ്യാനം AKG സെന്ററിൽ നിന്ന് പലർക്കും കിട്ടുന്നുണ്ടല്ലോ ക്യാപ്സ്യൂളുകൾ. ദേശാഭിമാനിക്കാർക്ക് മാത്രമല്ല.